മമ്മൂക്കയെ കാണാൻ വേണ്ടി മാത്രമേ കയറാം. ഒരു രക്ഷയില്ല. വേറെ ലെവൽ സ്ക്രീൻ പ്രസൻസും വേറെ ലെവൽ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പടം വൈസ് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു ഗൗതം വാസുദേവന്റെ മാജിക് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു പടമാണ്. ഡിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിളാണ്. നമ്മൾ കണ്ട് പറഞ്ഞ തമിഴ് പടം എല്ലാം കൂടെ യോജിപ്പിച്ച് ഇതൊരു തമിഴിലായിരുന്നെങ്കിൽ ചിലപ്പോൾ അല്പം കൂടെ കൊളുത്താൻ സാധ്യത. നമ്മളെല്ലാ പടം കണ്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീല് തോന്നിയില്ല. പക്ഷേ പടം കൊള്ളാം, ഭയങ്കരമായ ലെവലൊന്നും എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെ. ഗോകുലൊക്കെ കുഴപ്പമില്ല, സ്ഥിരം പടത്തിൽ കാണുന്ന പോലെ തന്നെ. മമ്മൂക്കയുടെ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. മമ്മൂക്ക തന്നെയാണ് മെയിൻ. മമ്മൂക്കയെ കാണാൻ വേണ്ടി കാണാം. പടം കൊള്ളായിരുന്നു. എടുത്തു പറയാം, ക്ലൈമാക്സ് ഇഷ്ടം കൊള്ളാം. പിന്നെ ഇടയ്ക്കൊരു എന്തൊക്കെയൊരു മിസ്സിങ് പോലൊക്കെ തോന്നി. പക്ഷേ ഓവറോൾ അടിപൊളിയാണ്. നമുക്ക് ലൈക്ക് ഓൾവേസ് അടിപൊളിയാണ്. ഗോകുൽ കുഴപ്പമില്ല, സൂപ്പർ പടം, നല്ല പടം, കൊള്ളാം. എന്താ കേട്ടില്ല, മമ്മൂട്ടി ആക്ടിങ് തന്നെ നല്ല സൂപ്പർ ആക്ടിങ്, കൊള്ളാം. എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന നല്ല പടം, ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പാണ്, നല്ല ടൈപ്പാണ്. ഗോകുൽ നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറാണ്, കൊള്ളാം, നല്ല പടം. എടുത്ത് പറയാൻ മമ്മൂട്ടിയുടെ അഭിനയവും ഈ ഒരു കുറ്റാന്വേഷണവും മികച്ച രീതിയിലാണ് എടുത്തിട്ടുള്ളത്. മികച്ച വിജയം നേടും, വീണ്ടും നേടും. ഗൗതം വാസുദേവൻ മേനോൻ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കഥയാണ്, സസ്പെൻസാണ്, കൊള്ളാം. ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഇതൊരു സസ്പെൻസ് ത്രില്ലർ ആ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു മമ്മൂട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ പറഞ്ഞു പോകുന്ന കുറച്ചൊരു സ്ലോ പേസ്ഡ് ആയിട്ട് തോന്നും. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം പുള്ളിയുടെ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നതും പുള്ളി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതും, കാരണം ഈ ഒരു ക്യാരക്ടറിനാണ് ഇങ്ങനെയെന്നുള്ളൊരിതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വലിയ ഒരു രസം കൊല്ലിയായി. ഇപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് വളരെ മികച്ച രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട് കോറിയോഗ്രാഫിയാണ് എനിക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നിയത്. അപ്പം അത് നല്ല രീതിയിൽ കുറെ കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാമായിരുന്നു. പിന്നെ കുറേ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ വന്നു പോകുമ്പോഴത്തേക്കും അവർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നടൻ ആ ഒരു ക്യാരക്ടർ ചെയ്യണമോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓവറോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്ലോ പേസിനൊക്കെ മാറിയിട്ട് ഒരു കഥ കുറെ കൂടെ ഒരു നമുക്ക് ഒരു കുറേ നമ്മളിങ്ങനെ പ്രേക്ഷകരിങ്ങനെ ആലോചിക്കാൻ വിടുവാണ്. ഇതെങ്ങനെയായിരിക്കും, ഇതെങ്ങനെ അൺഫോൾഡ് ചെയ്യുക, ആ ലെയർ എങ്ങനെ പോകും, അങ്ങനെ പോയി മനോഹരമായിട്ട് പോയിട്ട് ഒരു ക്ലൈമാക്സിൽ അത് കാര്യം റിവീൽ ചെയ്യുന്നു. ഇങ്ങനെയാണ് ത്രൂ ഔട്ട് ഇത് സിനിമയുടെ കഥ പോകുന്നത്. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ സിനിമയിൽ ഓവറോൾ. പക്ഷേ ആ ഒരു കൺവേ ചെയ്ത് നല്ല രീതിയിൽ, കാരണം ഇതെങ്ങനെയാണ് ഇത് ഇത് നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ പറയാൻ വാക്കുകൾ കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞൊരു ഇതായി പോകുന്നു എന്ന് പറഞ്ഞില്ല. കാരണം ഇത് കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. അപ്പം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷ പോലെയല്ല ക്ലൈമാക്സ് എത്തുന്നത്, സസ്പെൻസാണ്. സസ്പെൻസ് എടുത്ത് പറയാനുള്ളത്. നമുക്ക് സാധാരണ ഒരു പടം തുടങ്ങുമ്പോൾ ഇൻ്റർവെൽ ആകുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അവസാന സമയത്താണ് പടം കുഴപ്പമില്ല, നല്ലൊരു വർക്കാണ്. ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന മൂവിയാണ്. നമുക്കൊരു ബോറായിട്ട് ഫീൽ ചെയ്യാറില്ല. പിന്നെ എന്തൊക്കെയോ ചെറിയ ഒരു ഡിഫക്ട്സ് പടത്തിലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ മമ്മൂട്ടി പടത്തിൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കുകളൊക്കെ അത്യാവശ്യം ഒരു നമുക്കൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ടെർബോ തൊട്ട് എന്തോ ഒരു ചെറിയ പുള്ളിക്കാരൻ്റെ ആ ഒരു സെലക്ഷന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എവിടെയൊക്കെയോ ഏതൊക്കെയോ പടങ്ങളിലൊക്കെ ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ അകത്ത്. പരീക്ഷണ ചിത്രം തന്നെ ബോറടിച്ചില്ല, നമ്മളെ എൻഗേജ്. പക്ഷെ പതുക്കെ സ്ലോയിലാണ് പോകുന്ന പടം. മമ്മൂക്ക ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ്റെ റോള് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഗോകുലിന് അത്ര ഒരു ഇത് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. ആ ഒരു ക്യാരക്ടറിനെ പറ്റിയ ഒരു ഇതാണ് ഫീൽ ചെയ്തില്ല. പിന്നെ ഒരു ക്ലൈമാക്സ് അടുപ്പിച്ചിരുന്ന ഒരു ഭാഗം ഒരു പണ്ട് മുമ്പ് കണ്ട ഒരു തമിഴ് പടത്തിൻ്റെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് അങ്ങ് എടുത്ത് ആഡ് ചെയ്ത പോലെ തോന്നി. എന്നാൽ ടോട്ടലി ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ വലിയ സംഭവം എന്ന് പറയാനില്ല. ഇപ്പം തുടര് വന്നാലും ക്ലാഷ് അടിച്ചാലും ഇത് അതിൻ്റെ ആ ലെവലും എത്തില്ല ആ സംഭവം. കാരണം ഒരു സ്ലോ പേസ് സാധനം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല പടം. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്. ഒരു സാധാരണ ഗൗതം വാസുദേവൻ പടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. ഈ കോമഡിയൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. ഓവറോൾ ഗംഭീരമാണ്.